ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം ഫ്രൈ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പാക്കറ്റിൽ കിട്ടുന്ന 200 ഗ്രാം മഷ്റൂം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതിൻ്റെ സ്കിൻ ഉണ്ടല്ലോ അതൊന്ന് റിമൂവ് ചെയ്യുക. വളരെ എളുപ്പമാണ്. വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. ഇനിയെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി ഇതിന് പറ്റുന്നില്ല എങ്കിൽ കത്തി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്കിൻ റിമൂവ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും എളുപ്പമെന്ന് തോന്നിയിട്ടുള്ളത് ആ രീതിയിൽ സ്കിന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കത്തിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പറ്റും. അതാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അല്പം അധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണ് വേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത് കാരണം വളരെ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വീഡിയോ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കണം. ഈ മഷ്റൂം ഫ്രൈ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ ചേരുവകളില്ല, കൂടുതൽ ജോലിയില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അത് പറയാൻ വാക്കൊന്നുമില്ല. എല്ലാം കഴുകി കട്ട് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വിനേഗർ, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് എണ്ണയാണ്. നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി എണ്ണയിൽ ഒന്നിച്ചെന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആദ്യം തന്നെ ഇത് ഇട്ട് കൊടുത്ത് ഫുൾ ഫ്ലെയിമിൽ 1 മിനിറ്റ് വഴറ്റിയെടുത്തു. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 മിനിറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിലേക്ക് 1 സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഈ മഷ്റൂമിൽ കിടന്ന് ഇത് നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോൾ ആ ഒരു രീതിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ തീയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ മൂടി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു 6 മിനിറ്റ് വേണ്ടി വരും ഇത് വെന്ത് കിട്ടാൻ വേണ്ടി. ഇവിടെ 5 മിനിറ്റ് ആയി. 5 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി സവാളയെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി വേവ് നോക്കണം. അതേപോലെ ഉപ്പോ ഇനി മുളകോ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ വീണ്ടും ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 6 മിനിറ്റും വേവിക്കേണ്ടത് ചെറിയ തീയിലാണ്. ആദ്യത്തെ 1 മിനിറ്റ് മാത്രമാണ് ഫുൾ തീയിൽ വെക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഇവിടെ മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ചാൽ 1 മിനിറ്റ് മാത്രം മൂടി വെച്ചാൽ മതി കേട്ടോ. എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് വറ്റിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി പെപ്പർ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ അല്പം പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഈ സമയം എല്ലാം നോക്കണം. എന്നിട്ട് മല്ലിയില വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഗൈസ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മഷ്റൂം ഫ്രൈ ആണ്. കുറേ ചേരുവയുമില്ല, അതേപോലെ കുറേ മെനക്കെടുമില്ല. അടിപൊളി ടേസ്റ്റാണ്. ഇതൊക്കെ ഹോട്ടലിൽ പോയിട്ടാണ് സാധാരണ എല്ലാം കഴിക്കൽ. ഇനി വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വീട്ടുമുറ്റത്തെല്ലാം മഷ്റൂം കാണലുണ്ടല്ലോ. അങ്ങനെ കണ്ടാൽ നമ്മൾ പറിച്ചെടുത്ത് കഴുകി കൊണ്ടുവന്നതിന് ശേഷം ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എത്ര സിമ്പിളല്ലേ. ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടി കൊടുത്തേ. പിന്നെ പറ്റുമെങ്കിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, പുതിയൊരു ഓപ്ഷനാണ്. അതൊന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മഷ്റൂമിൻ്റെ വെറൈറ്റി ഏതെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.